കശുവണ്ടി തൊഴിലാളിയും അംഗനവാടി ഹെൽപ്പറുമായിരുന്ന വീട്ടമ്മയുടെ അധ്വാനത്തിന് നെറ്റിപ്പട്ടത്തിന്റെ തലയെടുപ്പ്. കൊല്ലം പാവുമ്പ സ്വദേശി ബിന്ദുവിന്റെ കരവിരുതിൽ നെറ്റിപ്പട്ട മാത്രമല്ല, ഒരു കുടുംബവും ഭദ്രമാണ്. ഇത് നമ്മുടെ കൊട്ടാരക്കര MC റോഡ് ആയൂർ കമ്പങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനൊക്കെ ഏറെ പ്രശസ്തമായ നമ്മുടെ കേരളത്തിൽ നമ്മൾ MC റോഡിലൊക്കെ ഇങ്ങനെ വഴിയിൽ കടന്നു പോകുമ്പോൾ നിരവധി കാഴ്ചകളുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയാണ്, വിനോദസഞ്ചാരത്തിൻ്റെ കൂടി കാഴ്ചയാണ് നമ്മുടെ ഈ ബിന്ദുവിൻ്റെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരുക്കുന്ന ഈ അലങ്കാരത്തിൻ്റെ കട. ആ ബിന്ദുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. ആ ബിന്ദു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പോരാട്ടമുണ്ട്. ഇനിയൊക്കെ അതിലേക്ക് നമുക്ക് പോകാം. ആറു വർഷമായി MC റോഡിൽ ബിന്ദു റോഡ് മഹാൾ തുടങ്ങിയിട്ട്. നെറ്റിപ്പട്ടം വീട്ടിലിരുന്ന് നിർമ്മിക്കും. പാവുമ്പ പ്രിയദർശിനി കോളനിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ആയൂരിൽ ഞാവൽ മരത്തണൽ പാതിപ്പൊളിഞ്ഞ കൂരയിലിരുന്ന് അലങ്കാരം നെറ്റിപ്പട്ടം വിൽക്കുന്നു. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ബിന്ദുവിന് അധ്വാനത്തിന്റെ കഷ്ടപ്പാടറിയാം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഭർത്താവ് രാജുവിന് കൈത്താങ്ങായി ബിന്ദുവിനാവത് ചെയ്യുന്നു. കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തൊഴിൽ പഠിച്ച് ആദ്യം എൻ്റെ അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. ഞാനും പിന്നെ അതിനകത്ത് പോയി കശുവണ്ടി തൊഴിലാളിയായിരുന്നു. പിന്നെ അംഗനവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് പഠിച്ച് അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പോകുന്നു. എനിക്കൊരു മോളുണ്ട്, പിന്നെ ഒരു മോനുണ്ട്, പിന്നെ ഹസ്ബൻഡ് തൊഴിലാളി കൽപ്പണിക്ക് പോകുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ആവുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടെല്ലാം കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. വണ്ടി നിർത്തിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല. ആളുകൾ വന്ന് പിന്നെ ഈ വില പേശുന്നതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സാധനത്തിനെല്ലാം വില കൂടി വരിക. ഇപ്പോൾ വില പേശും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് പറ്റുന്നില്ല. അതേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ സാധനത്തിന് അന്ന് ഓണത്തിനൊക്കെ കൂടുതലല്ലേ, ഇപ്പോൾ നമ്മൾ ചെറിയ വിലക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അത് പറ്റത്തില്ല. ഇപ്പോൾ വില കൂടിയതും തോറും സാധനത്തിന് വില കൂടുന്നതുകൊണ്ട് സാധനത്തിന് അതനുസരിച്ച് വില കൂട്ടുക. 100 രൂപ മുതൽ 15,000 രൂപയുടെ നെറ്റിപ്പട്ടം വരെ ബിന്ദുവിന്റെ പക്കലുണ്ട്. MC റോഡിൽ ചെറിപ്പാഞ്ഞു പോകുന്നവരുടെ കണ്ണൊന്ന് തന്റെ നെറ്റിപ്പട്ടത്തിൽ കുടുങ്ങണേ എന്ന പ്രതീക്ഷയിലാണ് ബിന്ദുവിന്റെ വ്യാപാരം. ആതിരയും ജിത്തുവുമാണ് മക്കൾ. ജിത്തുവും നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ പരിശീലനം നേടിക്കഴിഞ്ഞുവെന്ന് ബിന്ദുവിന്റെ സാക്ഷ്യം. ഞാവൽ മരത്തിന്റെ തണലിലാണ് നമ്മുടെ ബിന്ദു ഈ നെറ്റിപ്പട്ടത്തിന്റെ ഈ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ 2000 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.